ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു റെസിപ്പി നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യണമെങ്കിൽ ഇനി ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ. വട്ടയപ്പം കഴിക്കാത്തവർ തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി കഴിക്കണം. എന്നാൽ പിന്നെ നമുക്കിതിൻ്റെ റെസിപ്പി കാണാം. അതിനായി നമ്മളിവിടെ 2 കപ്പ് പച്ചരി തലേ ദിവസം കുതിർക്കാനായിട്ട് വെച്ചതാണ്. തലേ ദിവസം തന്നെ നമ്മളിത് കുതിർക്കാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാലേ നമ്മളെ വട്ടയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ 1/2 കപ്പ് അളവിൽ അവലാണ് എടുത്തിട്ടുള്ളത്. ഇത് ബ്രൗൺ കളറുള്ള അവലാട്ടോ. നിങ്ങളുടെ കയ്യിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതി. ഇതായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കളറിൽ ചെറിയൊരു വേരിയേഷൻ വരും, അത്രേ ഉണ്ടാവുള്ളൂ. ടേസ്റ്റ് വൈസ് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തലേ ദിവസം രാത്രി നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചതാണ്. അപ്പോൾ 2 കപ്പ് അരിക്ക് 1/2 കപ്പ് അളവിൽ അവലെടുത്താൽ മതി കേട്ടോ, കൂടണ്ട. ഇനി നമുക്ക് അരി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് തന്നെയാണ് അരക്കണത്. നിങ്ങളെ മിക്സിയുടെ ജാറ് ചെറുതാണെങ്കിൽ 2 തവണ ആയിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ അരിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച അവൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1 കപ്പ് അളവിൽ തേങ്ങ ചിരവിയതാണ്. 1 കപ്പ് തന്നെ തേങ്ങ എടുക്കണം കേട്ടോ. എത്രത്തോളം തേങ്ങ കൂടുന്നോ അത്രക്കും നമ്മളെ വട്ടയപ്പത്തിൻ്റെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. 1 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3/4 ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ്. അതുകൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് പാകത്തിനുള്ള മധുരമാണ്. ഇനി നിങ്ങൾക്കിത് കൂടണോ കുറയണോ ഒക്കെ ചെയ്യണമെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഒരു പിഞ്ച് അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ ഇതൊന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾക്ക് കപ്പി കാച്ചാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്നും നമ്മൾക്ക് കുറുക്കിയെടുക്കേണ്ടതുണ്ട്. ഇത് കുറുകി വരുന്നത് വരെ നമ്മൾ കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും നമ്മൾക്ക് അടിച്ചെടുക്കണം. ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റ് നമ്മൾക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാവുന്നതാണ്. ഇത് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ബാറ്ററിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. നന്നായി നമ്മളിതൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ ബാറ്ററിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു വിസ്കോ സ്പാച്ചില വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ മാവ് കിട്ടണം. ഇത് കറക്റ്റ് പരിവാണ്. ഇതിപ്പോൾ ഇവിടെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം. ഇതിൽ നമ്മൾ ഈസ്റ്റ് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. 6 മണിക്കൂറിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇത് തുറന്ന് നോക്കുന്നത്. ആദ്യം ഇത് മൊത്തത്തിൽ പൊന്തി വന്ന് ഫുള്ള് താഴെയൊക്കെ പോയതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയാണ് നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത്. ഇത്ര അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. അതിനായി ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ വേറെ വല്ല പാത്രം ഉണ്ടെങ്കിൽ അത് മതിയാവും. അതിൽ നമ്മൾ നന്നായി ഓയിൽ തടവിയിട്ട് വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഈ ടിന്നിൽ ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട, ഒരു പകുതി വരെ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നല്ല കട്ടിയിലാകുമ്പോൾ തിന്നാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് കട്ടി കുറവാകുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇതിവിടെ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് ഒരു സ്റ്റീമറിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ സ്റ്റീം ചെയ്യേണ്ട വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കേണ്ടതുണ്ട്. ഇതിലാണ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നത്. ഇഡ്ഡലി ചെമ്പാണ് കേട്ടോ. ഇത് വെച്ച് കൊടുത്ത ശേഷം ഇതിലൂടെ നന്നായി ആവി വരുന്ന സമയത്ത് മാത്രം നമ്മളിത് മൂടി വെച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ആവി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മൂടി കൊടുക്കാം. ഇനി ഇതൊരു 12 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 12 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മൾ വട്ടയപ്പം ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. 12 മിനിറ്റ് തന്നെ മതിയാവും. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് നമുക്കിവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാലൻസ് ഉള്ള ബാറ്റർ കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ രണ്ടും വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ബാറ്ററിയിൽ നമുക്ക് 2 അത്യാവശ്യം വലുപ്പമുള്ള വട്ടയപ്പം കിട്ടും.
വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ ഈ ഒരു രീതിക്ക് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല ഗൈസ്, ട്രസ്റ്റ് മീ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും എത്രക്ക് സോഫ്റ്റാന്നുള്ളത്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ബ്രൗൺ അവൽ ചേർത്തെന്ന് കരുതിയിട്ട് നമ്മളെ കളറിൽ വേരിയേഷനൊന്നും വല്ലാണ്ട് വന്നിട്ടില്ല. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. സ്റ്റീം ചെയ്തുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരു പേടിയും കൂടാണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.